അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതായത് മുട്ട വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, മുട്ട ദോശ. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തക്കാളി, ഒരു സവാള, പിന്നെ 2 മുളക്, 2 മുട്ട, മാത്രമല്ല ഒരു ചെറിയ പീസ് 2 ചീസുണ്ട്, അതുപോലെ 1/2 ഗ്ലാസ് പാല്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഡിഷിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സവാളയും നമ്മുടെ ഈ തക്കാളിയും ഒന്ന് കുരുകുരുന്ന് അരിയണം. അപ്പോൾ ഞാൻ നമ്മുടെ സവാളയെ ഒന്ന് കുരുകുരുന്നൊന്ന് അരിയാൻ പോവാണ്. ഈ സവാളയെ കുരുകുനാന്ന് അരിയുന്നത്, അപ്പോൾ നമ്മുടെ സവാള അരിഞ്ഞു. ഇതിനെ ഞാൻ നമ്മുടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വേണം എനിക്കിനി നമ്മുടെ തക്കാളി അരിയാൻ. അയ്യോ, സവാള അരിഞ്ഞപ്പോൾ രാവിലെ കണ്ണു നിറാൻ തുടങ്ങി. ഇതാണ് ഈ പ്രശ്നം. ഇതെന്താണ് ഇതിൻ്റെ ഒരു കെമിസ്ട്രി എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ടൊരു വലിയൊരു കാര്യം പറയാം കേട്ടോ. അതായത് ഈ നാഷണൽ ഹൈവേ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് പറയാൻ മുമ്പ് നമ്മുടെ തക്കാളി ഞാൻ അരിഞ്ഞു. ഇനി ഞാൻ ഈ തക്കാളിയെ ഞാൻ ആ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുവാണ്. വെച്ചതിന് ശേഷം എനിക്ക് അരിയാനുള്ളത്, ഇത് കുണുകുണാന്നായിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് കുണുകുനാന്ന് അരിയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. NH, അതായത് നാഷണൽ ഹൈവേ. ഒയ്യോ, ഈ റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ആടിപ്പൊളിയായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ആലപ്പുഴ കൊല്ലം സൈഡാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ ഒരു ഹൈവേയുടെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് എനിക്കിപ്പം തിരുവനന്തപുരത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ മതി. എറണാകുളത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു 2-2.5-3 മണിക്കൂറിനുള്ളിൽ എറണാകുളത്ത് എത്താൻ പറ്റും. അത് അടിപൊളിയാണ് കേട്ടോ. ആ ഒരു ഫുള്ള് പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാര്യം പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ നാടിൻ്റെ ഒരു നല്ലതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് സാക്രിഫൈസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും അരിഞ്ഞ് ഞാൻ വെച്ചു. ഇനി നമ്മുടെ പച്ചമുളക് അരിയണം കുറച്ച്. അതുകൂടാതെ കുറച്ച് മല്ലിയിലയുണ്ട്. ഈ മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് വേണം എനിക്കിതൊന്ന് അടുപ്പേ കയറ്റണം. ഈ പൃഥ്വിരാജിന് പണ്ട് ഈ പറയുന്ന പൃഥ്വിരാജിൻ്റെ ഒരു നിലപാട്, അതായത് പണ്ടത്തെ സുകുമാരൻ്റെ നിലപാടായിരുന്നു. സുകുമാരനും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. അപ്പോൾ ഈ സുകുമാരൻ അതേ നിലപാടുണ്ടായിരുന്നു പൃഥ്വിരാജിന്. അന്ന് ഈ പണ്ട് പൃഥ്വിരാജിന് ഈ പറയുന്ന താരസംഘടന ഉൾപ്പെടെ, അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിനെ അന്ന് വിലക്കി. അന്ന് പൃഥ്വിരാജിനെതിരെ ഒരുപാട് ഹെയ്റ്റ് ക്യാമ്പയിൻ വന്നു. രാജു എന്നുള്ളത് രാജപ്പ എന്ന് വരെ ആൾക്കാർ വിളിച്ചു. അങ്ങനെ വിളിച്ച ആളുകളെ കൊണ്ട് പിന്നീട് രാജുവേട്ട എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. ഇന്ന് മലയാളം സിനിമയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് വേണേൽ പൃഥ്വിരാജ് പറയാം. കാര്യം പൃഥ്വിരാജ് പറഞ്ഞിട്ട് ഇന്ന് പൃഥ്വിരാജിൻ്റെ ഒരു ഒറ്റ കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് ചെയ്യുന്ന അല്ലെങ്കിൽ പൃഥ്വിരാജ് റെഫർ ചെയ്യുന്ന ഒരു സിനിമ ഇന്ത്യയിൽ എടുക്കാറെ കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള വൻകിട ഫിലിം കമ്പനികൾ വരെ, അതായത് ഹൊമ്പാലെ പോലുള്ള വൻകിട ഫിലിം കമ്പനികൾ വരെ പൃഥ്വിരാജ് ഒരു കോളിൽ വരുമെന്നുണ്ടെങ്കിൽ അത് ആ പൃഥ്വിരാജിൻ്റെ വളർച്ചയാണ്. അതായത് അയാളുടെ ഒരു അർപ്പണബോധത്തിൻ്റെ, അയാളുടെ ഒരു ലക്ഷ്യബോധവും കൊണ്ടും അയാൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നതുകൊണ്ടും ആ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെയാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും കൈവിടാതെ നിങ്ങളും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ഞാൻ ചീസ് മേടിച്ചത്. ഞാനിന്ന് പൊളിച്ച് വെക്കുകയാണ്. ഇത് നമുക്ക് അതിനകത്ത് ഇടാനുള്ളതാണ്. അത് ചീസ് ഞാനിങ്ങോട്ട് പൊളിച്ച് വെച്ചു. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ട് ഇവരൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് വഴറ്റണം. ഞാൻ നമ്മുടെ ഫ്രൈ പാൻ വെച്ചു. ഇനി ഫ്രൈ പാനിലോട്ട് നമ്മുടെ ഒലിവ് ഓയിൽ, ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. ഇവിടെ ചൂടായ പാലിലോട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും ഞാൻ ഇതിലോട്ടൊന്ന് ഇടുവാണ്. അപ്പോൾ അതിട്ടു. ഇനി ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പച്ചമുളകും നമ്മുടെ മല്ലി ഇലയും കൂടെ ഞാനൊന്ന് വിതർന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ കുഞ്ഞു ഫ്ലെയിമിൽ, അതായത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാനെ കൊണ്ട്. ഇതൊന്ന് ഒരു ബ്രൗണിഷ് പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ചു. ഞാൻ ഇതിലോട്ട് ഉപ്പ് ഇതിലോട്ടൊന്ന് ഇടുകയാണ്. ഒരു ലേശം ഉപ്പ് ഞാൻ ഇട്ടു. എന്നിട്ട് വീണ്ടും ഞാനിതിനെ ഒന്ന് ഇളക്കി കൊടുക്കും. അതായത് നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇതിപ്പോൾ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മുടെ ആ ചീസില്ലേ, ആ ചീസ് 2 ഞാനൊന്ന് ഇടാൻ പോവാണ്. എന്നിട്ട് ഈ ചീസ് ഇട്ടിട്ട് ഞാൻ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യും. കാര്യം ഈ ചീസ് ഇതിനകത്തൊന്ന് വെന്തലിഞ്ഞൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചീസിനെ ഞാനൊന്ന് പൊട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്, നമ്മൾ ആ എടുത്ത ചീസ്. ഇനി ഇതൊന്ന് ആ ഒരു ബ്രൗണിഷ് ഷേപ്പ് ആവുന്ന സമയത്തിനേക്ക് എനിക്ക് വേറൊരു ചെറിയ പരിപാടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ.
സോ അപ്പോൾ നമ്മുടെ സവാളയും നമ്മുടെ ടൊമാറ്റോയും നമ്മുടെ ചീസും എല്ലാം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നമ്മുടെ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്ത് വേറൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഞാൻ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു. നമ്മുടെ 2ാമത്തെ മുട്ടയെ നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചു. ഇനി ഇതിനെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ടയെ ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ 1/2 ഗ്ലാസ് പാല് ഞാനൊന്ന് ഒഴിക്കുവാണ്. പാലൊഴിച്ചിട്ട് ഞാൻ വീണ്ടും പാലിനെ ഇതിനകത്തിലോട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. സോ അപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഏറെക്കുറെ റെഡിയായി. ഞാനിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും പാലുമില്ലേ, ഇത് ഞാൻ നമ്മുടെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റിനകത്തിലോട്ട് ഞാനിപ്പം ഇത് ഒഴിക്കാൻ പോവുകയാണ്. ഒഴിച്ചിട്ടാണ് നമ്മളിതിനെ ബോയിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിനെ നമ്മളിങ്ങനെ ഒരു ദോശയുടെ ഷേപ്പിൽ നമ്മളിതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ നമ്മുടെ പാല് ഒഴിക്കാൻ പോകുന്നത്. അതായത് മുട്ട മിക്സ് പാൽ ഒഴിക്കാൻ പോകുന്നത്. ഞാൻ അത് ഒഴിക്കാൻ പോവാം. മറ്റേ ഇതിൽ ഇന്നസെൻ്റ് വന്നിട്ട് ഇപ്പം പൊട്ടിക്കും ഇങ്ങനെ ഒന്ന് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി വെക്കണം. കണ്ടോ, ചെറുതായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിൽ കൊടുക്കാവും. ബാലൻസ് ഒന്നുകൂടെ ഒഴിക്കുവാണേ മുകളിലോട്ട്. അപ്പോൾ നമ്മുടെ മുട്ട ദോശയ്ക്കുള്ള മുട്ടയും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇവനെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം. ലോ ഫ്ലെയിം അല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അടി കരിഞ്ഞു പോകും. ഇത് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇനിയിപ്പം നിങ്ങൾക്ക് ഡിന്നറായിട്ടാണേലും ഇത് അടിപൊളിയാണ്. ഡിന്നറായിട്ടാണേലും ഇത് കൊടുക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എന്നാലൊട്ട് ഹൈ പ്രോട്ടീന് അതുപോലെ തന്നെ വെൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. സോ അപ്പോൾ നമ്മുടെ എഗ് ദോശ ഏറെക്കുറെ റെഡി ആയി വരുന്നുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമ്മുടെ ഈ റെഡ് ചില്ലി ഫ്ലേക്ക് ഇല്ലേ, അതായത് നമ്മുടെ മുളക് കൊത്ത്, ഇത് ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് വിതറി കൊടുക്കും. ഒരു ഭംഗിയാവും, ചെറിയൊരു സ്പൈസി ആവും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ആഡംബരം. നമ്മൾ എടുത്തു വെച്ച നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലുക്കും കിട്ടും. കൂട്ടത്തിൽ കുറച്ച് സ്പൈസി നല്ലൊരു, നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണോ നിങ്ങൾക്കത് അതിനനുസരിച്ച്. എന്നാലും ഒരുപാട് ഇട്ട് കൊടുക്കരുത്, ഭയങ്കര എരിയായി പോകും. 1 മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്ന് കഴിയുമ്പം ഇവനെ നമുക്ക് ബൗളിലോട്ട് എടുത്ത് വെക്കാനാവും. സോ അപ്പോൾ അങ്ങനെ നമ്മുടെ എഗ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു കേരള പിസ്സ എന്ന് വേണമെങ്കിൽ പറയാം. വേണ്ട, ഞാനൊരു ആഡംബരത്തിന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഇനി ഒന്ന് എടുക്കാൻ പോവാണ്. എടുത്തിട്ട് ഇതിനെ എൻ്റെ അരുവൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റണം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ദോശ. ഞാനിതിനൊന്ന് കഴിച്ചു നോക്കണമെന്നാണല്ലോ. സൂപ്പർ. അപ്പോൾ എന്തായാലും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെൽത്തി ഡിഷാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക, ഇനിയുള്ള വീഡിയോകളെല്ലാം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.